ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഐഡിയ എന്താ, ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ റെന്റിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലം നമ്മൾ വാങ്ങിയിട്ട് അവിടെ വേറൊരാൾക്ക് ലീസിന് കൊടുക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഐഡിയ ആണ്, നമ്മുടെ അടുത്ത് ഇന്ന സ്ഥലമുണ്ട്, പക്ഷെ നമുക്കത് വാങ്ങിക്കാൻ ഫണ്ടില്ലെങ്കിൽ നമ്മൾ ജോയിന്റ് വെഞ്ചറിലേക്ക് തിരിയും, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലേക്ക് തിരിയും. ഇപ്പോൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളുടെ വേറെ പരിപാടികളുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു ബിസിനസ് പാർട്ണർ അങ്ങനെ ആയിരിക്കില്ല. ബിസിനസ്സിലെ ആള് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കായിരിക്കും. അത് ഈ ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞ ടൈം ശരിക്കും അങ്ങനല്ലേ വരുന്നത്. ഈ നമ്മൾ ഈക്വലി ഇൻവോൾവ് ആയിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിൽക്കാതെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞാലും നിന്റെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നിനക്ക് എന്താ, എനിക്കൊരു ബിസിനസ് പാർട്ണറിനെ വേണം, ആ കൂട്ടത്തിൽ ഈക്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ബിസിനസിന്റെ ഫുൾ ഭാരം നമ്മുടെ തലയിൽ ഒറ്റയ്ക്ക് വരത്തുമില്ല. ഇപ്പൊ ചില ആൾക്കാരുണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണം, അപ്പൊ അവർക്ക് ഇൻവെസ്റ്ററിനെയാണ് കൂടുതൽ വേണ്ടത്. എനിക്ക് ഈ പറഞ്ഞാൽ ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്ററിനെ വേണം, ബിസിനസ് പാർട്ണറിനെ വേണം. അപ്പൊ ഇത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരാളായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം എനിക്കും അങ്ങനെയാണ്. അത് ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഭവം. പിന്നെ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് നല്ലതാണ്.